മുകേഷിൻ്റെ മറ്റൊരു മേഖല എഴുത്താണ്. അത് എഴുത്തെന്ന് പറയാൻ പറ്റില്ല, അത് പറയുന്ന കാര്യങ്ങളങ്ങ് എഴുതി വെക്കുന്നു, അല്ല എഴുതാൻ വേണ്ടി എന്തെങ്കിലും ആലോചിക്കുന്നതല്ല. അത് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. മുകേഷ് കഥകൾ ഒരു ബൈറ്റ് കിട്ടി. എൻ്റെ സഖാവ് എന്നെ വിട്ടുപോയ ശേഷം കുറേ നാളുകൾ ഞാൻ എവിടെയും പോകാതെ കണ്ണൂരിൽ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മക്കളുടെ നിർബന്ധപ്രകാരം ഞാൻ ഇങ്ങനെ എറണാകുളത്തും തിരുവനന്തപുരത്തുമായി ഇടയ്ക്കിടെ വന്ന് താമസിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയപ്പോൾ എൻ്റെ മകൻ കൃഷ്ണകുമാർ ഒരു ബുക്ക് കൊണ്ടു തന്നിട്ട് എന്നോട് പറഞ്ഞത്, അമ്മേ ഈ ബുക്കൊന്ന് വായിച്ചു നോക്കും, മുകേഷ് കഥകൾ, അമ്മക്ക് നല്ല രസമായിരിക്കും ഇത് വായിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ബുക്ക് വായിച്ചു. മുകേഷ് കഥകളാന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഇത്ര അധികം രസമുള്ളൊരു സംഭവമായിരിക്കും എന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഞാൻ അത്രയും വിഷമിച്ച് ഞാൻ അങ്ങനെ എനിക്കൊരു പൊട്ടിച്ചിരിക്കാനോ ഒന്നും പറ്റാത്തൊരു സന്ദർഭത്തിലാണ് ഞാൻ ആ പുസ്തകം എനിക്ക് കയ്യിൽ കിട്ടുന്നത് വായിക്കുന്നത്. വളരെ ഏറെ ഉള്ളു തുറന്ന് ഞാൻ അറിയാതെ ഞാൻ സ്വന്തമാണ് വായിക്കുന്നതെങ്കിലും ഞാൻ അറിയാതെ ഞാൻ പൊട്ടി ചിരിച്ചു പോയിട്ടുണ്ട്. ശാരദ ടീച്ചർ, ഞാൻ ഡീലോർ റോഡിൽ സമയത്ത് കൃഷ്ണകുമാർ അവിടെ വന്നപ്പോൾ അദ്ദേഹം പ്രോഗ്രാം സമയത്ത് ഇത് എന്നോട് പറഞ്ഞു, അമ്മ ചോദിച്ചായിട്ട് പറയണം. അപ്പം ഞാൻ സാധാരണ പോലെ സന്തോഷം, അല്ല അതിനൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം പറഞ്ഞപ്പോൾ ഞാൻ സ്തബ്ധനായിട്ട് കുറച്ച് സമയം നിന്നിട്ട് ഒരു 3-4 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ ഞാൻ ഒരിക്കലും ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ എഴുതണമെന്നോ വിചാരിച്ചിരുന്നല്ല, അന്ന് അത് എഴുതിയത് ഈ ഒരു നിമിഷത്തിന് വേണ്ടി ആയിരിക്കും. കാര്യം ഇതിനപ്പുറത്ത് എന്നെ പോലെയുള്ള ഒരാൾക്ക് ഒരു അവാർഡോ അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടാനില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് നല്ല വേറെ രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. എൻ്റെ അധ്യാപകനാണ് KP അപ്പൻ സാറ്. അപ്പം മലയാളത്തിലെ ഏറ്റവും വലിയ നിരൂപകന്മാരിലൊരാളാണ് അദ്ദേഹം. എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹം, അപ്പം മാഷ്. അപ്പം ഞങ്ങൾ ഇത് SN കോളേജിൽ വെച്ച് പ്രകാശനം ചെയ്യണം തീരുമാനിച്ചു. മുകേഷ് കഥകൾ. MA ബേബി അദ്ദേഹം ആ കാലഘട്ടത്തിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹവും പഠിച്ചിട്ടുണ്ട്. പിന്നെ കുരീപ്പുഴ ശ്രീകുമാർ അദ്ദേഹം അറിയപ്പെടുന്ന കവിയാണ്. സോണി തെങ്ങമം ബാലകൃഷ്ണൻ്റെ മകൻ. അപ്പം അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ. അപ്പം അപ്പൻ സാറാണ് ഇതിൻ്റെ ഉചിതനായ ഉള്ള ഒരാൾ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ അപ്പൻ സാറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് കാര്യം പറഞ്ഞു. അപ്പം അപ്പൻ സാർ എന്നോട് പറഞ്ഞു, മുകേഷ് എന്നെപ്പറ്റി അറിഞ്ഞുകൂടാന്ന് തോന്നുന്നു ഈ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ സാർ? ഞാൻ ഒരു ഫംഗ്ഷന് പോയിട്ട് 4-5 കൊല്ലമായി. കാര്യം ഞാൻ അവിടെ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ പറയും, അത് പലർക്കും അതൊരു വിഷമമായി. അതിൻ്റെ മറുപടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒരു കാരണവശാലും ഞാൻ എഴുതും എന്നുള്ളതല്ലാതെ ഞാൻ പോവില്ല, വേറെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം സാറിനെ ക്ഷണിച്ചു, സാറിന് അനുഗ്രഹം മതി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞു, മുകേഷേ ആ പുസ്തകം ഒന്നെത്തിക്കുക. മുകേഷിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സിനിമയൊക്കെ കാണും. അപ്പം എഴുതണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ പറയാം. എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും സമയം കണ്ടെത്തി എഴുതണം. എഴുതണ്ട എന്നാണ് എൻ്റെ മറുപടി എങ്കിൽ അഭിനയത്തിൽ ശ്രദ്ധിക്കുക. അപ്പോൾ കാറി പോയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് വലിയ ചില വാസ്തുവിദ്യ ആൾക്കാരെ വീട്ടിൽ കൊണ്ടുപോകുന്നതൊക്കെയായിപ്പോയി. വീടിടിച്ച് പൊളിക്കണമെന്ന് പറഞ്ഞാൽ പൊളിക്കാതിരിക്കാൻ പറ്റുമോ? പൊളിക്കാൻ പറ്റുമോ? അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പം സാർ എന്നെ വിളിച്ചിട്ട്, ഞാൻ അപ്പൻ സാറാണ്, ഞാൻ പറഞ്ഞു, സാറേ തുടരുക, ഫോൺ കട്ട് ചെയ്തു. കാര്യം തുടരുക എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്നാ സാറ് വരുമോ എന്ന് ചോദിക്കുമെന്ന് പേടിയുണ്ട്. അപ്പോൾ അത് ഒരു ഭയങ്കര ഇൻസ്പിറേഷനായി. അപ്പോൾ ഞാനത് പലയിടത്തും പറഞ്ഞു, അപ്പൻ സാറിൻ്റെ അടുത്ത് നിന്നൊക്കെ അങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞു. വലിയ എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്ന ആളാണ്. ഒരു ടെലിവിഷൻ അഭിമുഖത്തിലോ അല്ലെങ്കിൽ പരിപാടിക്കോ ഒന്നും വരുന്ന ആളല്ല. പക്ഷേ ഷാർപ്പായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് വർത്താനം പറയും. ഈ എഴുത്തിനെ കുറിച്ച് ഒരാൾക്ക്, മുകേഷ് ഏട്ടൻ്റെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുള്ള ഒരാളാണ്. അതിൽ എനിക്ക് പുസ്തകങ്ങൾ വായിച്ച് കഥ അറിയാമെങ്കിലും ചേട്ടൻ നേരിട്ട് പറയുമ്പോൾ ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമേരിക്കയിൽ വെച്ച് ചേട്ടനോടൊപ്പം റൂമിൽ വന്നിരുന്ന് ചേട്ടൻ ആ കഥ പറയും, ഈ കഥ പറയും, അങ്ങനെ ഓരോ കഥകളും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ചേട്ടൻ കഥ പറയുമ്പോൾ ഒരു സിനിമ കണ്ട പ്രതീതിയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ എഴുതിയ കഥകളെല്ലാം ഇല്ലെങ്കിൽ ചേട്ടൻ്റെ അനുഭവ സമ്പത്തിലുള്ള കഥകളെല്ലാം പൊടുപ്പും തൊങ്ങലുമൊക്കെ ചേർത്ത്
കുറച്ച് മിക്സ് ചെയ്തിട്ട് ആണോ ചേട്ടൻ പറയുന്നത് ഇല്ലെങ്കിൽ എഴുതുന്നത്, അതോ റിയലായിട്ടുള്ള കഥ തന്നെയാണോ എഴുതുന്നത്? ഇതൊക്കെ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിച്ചു. അല്ല, ഈ മുകേഷ് കഥകളെ സംബന്ധിച്ചിടത്തോളം ഓരോ കഥയ്ക്കകത്തും സത്യസന്ധമായ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒബ്സർവേഷൻസ് ആണ് പൊടിപ്പും തൊങ്ങലും എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ അല്ലേ, ഒരു പക്ഷേ എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിനകത്ത് ജെനുവിനായിട്ടുള്ള ഹ്യൂമർ വരണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഹ്യൂമറിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, വരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് സത്യം വേണം. സത്യത്തിൻ്റെ അംശം വരുമ്പോഴത്തേക്കാണ് ശരിക്കുമുള്ള ഹ്യൂമറസ്. പക്ഷെ മുകേഷ് എഴുതുവാണെങ്കിൽ യഥാർത്ഥത്തിലൊരു വേണമെങ്കിൽ ഒരുപാട് ഒളി എഴുതാൻ പറ്റും കേട്ടോ. എഴുതിക്കൊണ്ടേയിരിക്കുക. എന്താ കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അത് സുരാജിനെ അറിയാത്തതുകൊണ്ടാണ്. എല്ലാം ഒറിജിനൽ തന്നെയല്ലേ. ഒറിജിനൽ എഴുതിയാൽ തന്നെ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ഫിക്ഷനേക്കാരും നല്ല മനോഹരിതയിനുണ്ടാവും. മുഴുക്ക എഴുതാൻ പറ്റുന്നില്ല. കോംപ്ലിമെൻ്റ് കേട്ടോ. ഒരു രാഷ്ട്രീയ ചായ്വ്, രാഷ്ട്രീയ നിലപാട്, ഇതൊക്കെ ഓരോ വ്യക്തികൾക്കുള്ളതാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് സംഗീത നാടക അക്കാദമിയുടെ തലപ്പത്ത് വന്നു. രാഷ്ട്രീയം ഉണ്ടോ മുകേഷിന്? രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ശരിക്കും ഒരു മെമ്പറല്ല. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അത് രഹസ്യവുമല്ല. ഞാൻ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. സജീവ രാഷ്ട്രീയത്തിലേക്കൊന്നും പ്രവേശിക്കാനൊന്നും താല്പര്യമില്ല. അപ്പോൾ തൽക്കാലം താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു വരുവാണ് വരട്ടെ. നമ്മളായിട്ട് ഇനി വേണ്ടാന്നും പറയുന്നില്ല, വേണ്ടതില്ലെന്നും പറയും. മക്കള് ഒരുപക്ഷെ മുകേഷിൻ്റെ പാതയിലേക്ക് വരണ്ടേ? അല്ല, അവർ എൻ്റെ അച്ഛൻ്റെ ഒരു നിയമം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. ആദ്യം പഠിത്തം, പിന്നെ കല. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും ചെറുപ്രായത്തിൽ തന്നെ നാടകത്തിലൊക്കെ ഇറങ്ങി പുറപ്പെടാമായിരുന്നു. പക്ഷേ അവിടെ ഒന്നും അടുപ്പിച്ചില്ല. ഏതെങ്കിലും തരത്തിൽ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ അവർ പഴച്ചു വീണു. കാര്യം ഇത് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു ഫീൽഡാണ്. ഇപ്പോഴും ഏറ്റവും സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്ന, സിനിമയിൽ നിൽക്കുന്ന ഒരാൾ ഏത് ഭാഷയിലാണെങ്കിലും 3 or 4 പടം അടുപ്പിച്ച് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നോവെയർ ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിന് ആ സമയത്ത് വേണ്ട ഒരു കരുതൽ. അപ്പോൾ എൻ്റെ 2 മക്കളും, ഒരാൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്, മെഡിസിൻ പഠിക്കുകയാണ്. ഒരുത്തൻ ഇളയാൾ BBA പഠിക്കുകയാണ്. അപ്പം ഇളയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷിൻ്റെ ശൈശവ വിവാഹമായിരുന്നല്ലേ? അതെ, വളരെ ചെറുപ്പത്തിൽ. അപ്പം ഇളയാൾക്കൊക്കെ അഭിനയിക്കണമെന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും. ഞാൻ പറഞ്ഞു ആദ്യം നീ MBA എടുത്ത് ആ അഭിനയിക്കുന്ന എല്ലാവർക്കും MBA ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു അത് ഇനി അങ്ങോട്ട് സിനിമാ നടനാണ്, ഹീറോ ആണ്, എന്താ പഠിപ്പ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇയാൾ MBA കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു വിലയുണ്ട്. ഇവൻ ഡോക്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വേണ്ട. നിനക്കൊരു നല്ല ഡയലോഗ് ഉണ്ടാക്കണമെങ്കിൽ, നീ എടുക്കുന്ന കഥാപാത്രം നല്ലതാണോ എന്ന് വിലയിരുത്താൻ, ഇതെല്ലാം കാര്യങ്ങൾ വിദ്യാഭ്യാസം